So, once again, welcome back to our classes. My name is Vishnu Gopinathan and we are dealing with our subject English. So, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള ടെൻസ്. ഓക്കെ, എന്താ ടെൻസ് എന്ന് പറഞ്ഞാൽ കാലഘട്ടങ്ങൾ എന്ന് പറയുന്ന ടെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ, കഴിഞ്ഞ ക്ലാസ് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ, once again, welcome back to our classes and the name of our topic is tense. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇത് ടെൻസ്. സോ എന്താണ് ടെൻസ് എന്ന് പറയുന്നത്? വാട്ട് യു മീൻ ബൈ ദ ടേം ടെൻസ്? എന്താ ടെൻസ് എന്ന് പറഞ്ഞാൽ എ ടെൻസ് ഡിനോട്ട്സ് ദ ടൈം ഓഫ് എൻ ആക്ഷൻ. ടെൻസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? ടെൻസ് ഡിനോട്ട് ദ ടൈം ഓഫ് എൻ ആക്ഷൻ. എന്താ? ഒരു ടൈം ഓഫ് എൻ ആക്ഷൻ ആണ് ടെൻസ് ഡിനോട്ട് ദ ടൈം ഓഫ് എൻ ആക്ഷൻ, അല്ലെങ്കിൽ ഈവൻ ഓർ ദ സ്റ്റേറ്റ് എക്സ്പ്രസ്ഡ് ബൈ എ വെർബ്, അല്ലെങ്കിൽ ഒരു വെർബ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? ടെൻസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. എന്താണ് ടെൻസ്? എ ടെൻസ് ഡിനോട്ട്സ് ദ നെയിം ഓഫ് എൻ ആക്ഷൻ. ഒന്നില്ലെങ്കിൽ എന്താ? ഒരു ആക്ഷന്റെ പേര്, അതല്ലെങ്കിൽ ഒരു ഈവന്റിന്റെ പേര്, അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ പേര് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ബൈ ദ നെയിം ടെൻസ്. ദ വെർബ് പാർട്സ് ഓഫ് സെന്റൻസ് ഡിസൈഡ്സ് ഇറ്റ് ടെൻസ്. എന്താ? പാർട്സ് ഓഫ് ദ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ പാർട്ടാണ് അത് ഏത് ടൈപ്പ് ഓഫ് ടെൻസ് ആണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് എന്ത് പറയാം? നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ടെൻസ് ആണുള്ളത്. ഒന്ന് പാസ്റ്റ് ടെൻസ്, 2 പ്രസന്റ് ടെൻസ്, 3 ഫ്യൂച്ചർ ടെൻസ്. എന്താ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ? പാസ്റ്റ് ടെൻസ് ദ തിങ് ദാറ്റ് ഓൾറെഡി ഹാപ്പൻഡ്, നേരത്തെ തന്നെ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? പാസ്റ്റ് ടെൻസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. വാട്ട് യു മീൻ ബൈ പാസ്റ്റ് ടെൻസ്? ദ തിങ് ദാറ്റ് ഓൾറെഡി ഹാപ്പൻഡ്. അതേ സമയത്ത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ പ്രസന്റ് ടെൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ഫ്യൂച്ചർ ടെൻസ്. എന്താ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, സംഭവിക്കാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ടെൻസ് ആണ് ഫ്യൂച്ചർ ടെൻസ്. സോ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിലെ തന്നെ മെയിൻ ആയിട്ടുള്ള ടെൻസ് എന്ന് പറയുന്നത്. എന്താ ടെൻസ് എന്ന് പറഞ്ഞാൽ? എ ടെൻസ് ഡിനോട്ട്സ് ദ ആക്ഷൻ, ഈവൻ ഓർ എ സ്റ്റേറ്റ്. ഒന്നില്ലെങ്കിൽ ആക്ഷൻ, അല്ലെങ്കിൽ ഈവൻ, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ടെൻസ്. നമ്മുടെ ടെൻസ് എത്ര ടൈപ്പ് ഉണ്ട്? Mainly tense are of 3 types: present tense, past tense and future tense. ഇനി ഈ പറയുന്ന in English there are 3 main tense. They each are further classified into 4 different forms which sum up to 12 tense in total. ഈ പറയുന്ന ടെൻസിനെ നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ടെൻസ് നമ്മൾ പഠിച്ചു. ടെൻസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് കാണാം. ടെൻസ് എന്ന് പറയുന്നതിനെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അതേപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ പ്രസന്റ് ടെൻസിനൊക്കെ എങ്ങനെയുണ്ട്? സിമ്പിൾ ടെൻസ്, ദെൻ കണ്ടിന്യൂസ് ടെൻസ്, ദെൻ പെർഫെക്റ്റ് ടെൻസ്, ദെൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് എന്താ നമ്മൾ പറഞ്ഞത്? 3 ടെൻസ് ഉണ്ട്. ആ 3 ടെൻസിനെ 4 ഫോമിലാക്കുന്നുണ്ട്. ടോട്ടൽ എത്ര ടെൻസ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ? 12 ടൈപ്പ് ഓഫ് ടെൻസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാ നോക്കിയേ? പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, then continuous, present continuous, then present perfect, then present perfect continuous tense. Okay, ഏതൊക്കെയാ നോക്കിയേ? ഒന്നാമത്തേത് സിമ്പിൾ പ്രസന്റ്, then present continuous, then present perfect, then present perfect continuous. അതേ സമയത്ത് പാസ്റ്റ് ആണെങ്കിലോ സിമ്പിൾ പാസ്റ്റ്, then past continuous, past perfect continuous tense. ഒന്നുകൂടെ പാസ്റ്റ് ആണ് വരുന്നത് എങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതേപോലെ ഫ്യൂച്ചർ ടെൻസ് ആവുന്ന സമയത്തോ സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾ ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഈ 4 ടേമിനും എന്തുണ്ട്? പ്രസന്റിലും അതേപോലെ തന്നെ പാസ്റ്റിലും ഫ്യൂച്ചറിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? 12 ടൈപ്പ് ഓഫ് ടെൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാ നോക്കിയേ? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്. നോക്കിയേ, ആദ്യം പറയുന്നത് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്, ദെൻ പ്രസന്റ് കണ്ടിന്യൂസ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏതൊക്കെയാ നോക്കിയേ? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതേപോലെ പാസ്റ്റ് വരുന്ന സമയത്ത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏതൊക്കെയാ നോക്കിയേ? പാസ്റ്റ് വരുന്ന സമയത്ത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതേപോലെ ഫ്യൂച്ചർ വരുന്ന സമയത്തോ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്,
ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 12 ടൈപ്പ് ഓഫ് ടെൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വി നീഡ് ടു നോ ദിസ് 12 ടൈപ്പ് ഓഫ് ടെൻസ്. ഈ പറഞ്ഞിട്ടുള്ള 12 ടൈപ്പ് ഓഫ് ടെൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാ? ഒന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതേപോലെ തന്നെ പാസ്റ്റിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ ആകുമ്പോഴോ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഈ 12 ടെൻസ് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകണം. ആദ്യം വരുന്നതാണ് നമ്മുടെ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ്. എന്താ? ഷീ റീഡ്സ്. എന്താ അവിടെ? ഷീ, അവൾ. ഷീ ആയതുകൊണ്ട് അവിടെ എന്തായി? റീഡ്സ്. ഐ ആയ സമയത്ത് എന്താ? റീഡ്. ദേ ആയപ്പോ എന്താ? റീഡ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. കാരണം ഇംഗ്ലീഷിൽ എപ്പോഴും ഐനെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ്? ഐ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് പ്ലൂറൽ. അതുകൊണ്ടാണ് ഐ ഡാഷ് എ പെൻ. എന്താ നമ്മൾ പറയുക? ഐ ഡാഷ് എ പെൻ എന്നുള്ളതിന് ഐ ഡാഷ് എ പെൻ. നമ്മൾ എപ്പോഴും എന്താ പറയുക? ഐ ഡാഷ് എ പെൻ. നമ്മൾ എപ്പോഴും അതിന് എന്തായിട്ടാ പറയുക? ഐ ഡാഷ് എ പെൻ. ഐ ഹാവ് എ പെൻ. അതേ സമയത്ത് ഷീ ഡാഷ് എ പെൻ. ഇവിടെ എന്താ നമ്മൾ പറയുക? ഷീ ഹാസ് എ പെൻ എന്നാണ് പറയുക. ഐ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് പ്ലൂറൽ. ഐ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് പ്ലൂറൽ ആൻഡ് വി യൂസ് ദ ടേം ഹാവ്. അതേപോലെ തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്ന ടേം? നമ്മൾ ഹാവ് എന്ന് പറയുന്ന ടേം ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ഷീ റീഡ്സ്. ഓക്കെ, അതേ സമയത്ത് ഐ ആണെങ്കിൽ എന്താ? ഐ റീഡ്. ഐ ആകുമ്പോൾ എന്താണ്? ഐ റീഡ്. ദേ ആകുമ്പോഴോ ദേ റീഡ് എന്നുള്ള ഫോമിൽ നമ്മൾ വന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ? പ്രസന്റ് ടെൻസ് റെഫേഴ്സ് ടു ദ പ്രസന്റ് ടൈം ഈസ് സെഡ് ടു ബി ഇൻ ദ പ്രസന്റ് ടെൻസ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് പ്രസന്റ് ടെൻസിൽ പറയുന്നത്. ഈ പ്രസന്റ് ടെൻസ് എത്ര ഫോമിലുണ്ട്? 4 ഫോമിലുണ്ട്. ഏതൊക്കെയാ പ്രസന്റ് ടെൻസിന്റെ ഫോം നോക്കിയേ? സിമ്പിൾ പ്രസന്റ്, ഓക്കെ. ഏതൊക്കെയാ നോക്കിയേ? ഫസ്റ്റത്തെ സിമ്പിൾ പ്രസന്റ്. പ്രസന്റ് ടെൻസിന്റെ ഫസ്റ്റ് ഫോം ഏതാ? സിമ്പിൾ പ്രസന്റ്. രണ്ടാമത്തെ നോക്കിയേ? പ്രസന്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസന്റ് പറഞ്ഞു. അടുത്തത് ഏതായിരുന്നു? പ്രസന്റ് കണ്ടിന്യൂസ്. ദെൻ അടുത്തത് നോക്കിയേ? പ്രസന്റ് പെർഫെക്റ്റ്. ഏതായിരുന്നു അടുത്തത്? പ്രസന്റ് പെർഫെക്റ്റ്. മൂന്നാമത്തതാണ് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ്. ദെൻ അടുത്തത് നോക്കിയേ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്ത വരുന്ന ഒരു ടേം ആണ് ഇത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏതൊക്കെയാ നോക്കിയേ? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തിനും ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ യൂസ് ചെയ്യുക? ഒന്നില്ലെങ്കിൽ വർക്ക് അല്ലെങ്കിൽ വർക്ക്സ്. അതല്ല പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോഴോ ഈസ്, ആം, ആർ പ്ലസ് വർക്കിംഗ്. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോഴോ ഹാസ് ഓർ ഹാവ് പ്ലസ് വർക്ക്ഡ്. അതേപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോഴോ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. നോക്കിയേ, ഇങ്ങനെ പറയുന്ന നോക്കിയേ? പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ആവുന്ന സമയത്ത് വർക്ക് അല്ലെങ്കിൽ വർക്ക്സ്. സിംഗുലർ ആണെങ്കിൽ വർക്ക്, പ്ലൂറൽ ആണെങ്കിൽ വർക്ക്സ്. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ വർക്ക്സ്, അതേപോലെ തന്നെ പ്ലൂറൽ ആണെങ്കിൽ വർക്ക്. പ്രസന്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ്? ഈസ്, ആർ ആണ് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഹാസ് ഓർ ഹാവ് പ്ലസ് വർക്ക്ഡ്. P3 ഫോം ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോഴോ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഓക്കെ. ഇവിടെ നോക്കുമ്പോൾ കാണാം നമുക്ക് ഏതൊക്കെയാണ്. ഫസ്റ്റത്തെ സിമ്പിൾ പ്രസന്റ്, ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ദെൻ മൂന്നാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ദെൻ നാലാമത്തതാണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതേപോലെ തന്നെ നാലാമത്തത് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ദിസ് ആർ ദ 4 ടൈപ്പ് ഓഫ് ടെൻസ്. ഓക്കെ, ഓക്കെ. എങ്ങനെയൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് വേഗം നോക്കിയേ.
ഹി ഓർ ഷീ ഓർ ഇറ്റ് പ്ലസ് സ്റ്റാർട്ട്സ്. പിന്നെന്താ ഐ യു വി യു ദേ. ഇതെന്താ ഫസ്റ്റത്തെ ഹി ഷീ ഇറ്റ്. ഹി ഷീ ഇറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സിംഗുലർ ഫോം. ഓക്കെ, ഇതാണ് നമ്മളുടെ സിംഗുലർ ഫോം. ഇതാണ് നമ്മളുടെ എന്ത് പ്ലൂരൽ ഫോം. സിംഗുലർ ഫോമിന്റെ കൂടെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹി ഷീ ഇറ്റ്, അതിന്റെ കൂടെ എങ്ങനെയാണ് സ്റ്റാർട്ട്സ്. ഓക്കെ, അതേ സമയത്ത് പ്ലൂറൽ ഫോം ആയിട്ടുള്ളത് ഏതൊക്കെയാണ് ഐ യു വി യു ദേ. അതിന്റെ കൂടെ എങ്ങനെയാണ് അതിന്റെ കൂടെ സ്റ്റാർട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ നോക്കിയേ, ഐ ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് അത് ഇഷ്ടമാണ്. ഇതെന്താ ഐ വന്നതുകൊണ്ട് എന്താണ് സ്റ്റാർട്ട്സ് ലൈക്സ് എന്നല്ല, ഐ ലൈക്ക് ഇറ്റ്. അതേ സമയത്ത് അടുത്തതിൽ എന്താ ഷീ വരുന്ന സമയത്ത് എന്തായി ഷീ ലൈക്സ് ഇറ്റ്. ഷീ എന്ന് വന്ന സമയത്ത് എന്തായി ലൈക്സ് ആയിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു ഷീ ലൈക്സ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു യൂസ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ, അടുത്തത് നെഗറ്റീവ് ഫോം. നെഗറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് നമുക്ക് ഇങ്ങനെ പറയാം സബ്ജക്റ്റ് പ്ലസ് V1, അതായത് എന്താണ് എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ ഇ എസ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, എസ് വി ഒ പാറ്റേൺ. എന്താ ഈ എസ് വി ഒ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ എസ് വി ഒ പാറ്റേൺ? എന്താ എസ് വി ഒ പാറ്റേൺ? എസ് വി ഒ. ഓക്കെ, എന്താ എസ് വി ഒ? എന്താ എസ് എന്ന് പറഞ്ഞാൽ? എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വി എന്ന് പറഞ്ഞാൽ വെർബ്, ഒ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. ഓക്കെ, ഈ എസ് വി ഒ പാറ്റേണിലാണ് ഉണ്ടാകുക, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഫോം. ക്വസ്റ്റ്യൻ ഫോം വരുമ്പോൾ എങ്ങനെയാണ് ഡസ്. ഡസ് എന്ന് പറയുന്നതാണ് ഏതിന് സിംഗുലാർ. വിത്ത് സിംഗുലാർ വി യൂസ് ഡസ്. പ്ലൂരിൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഡു യൂസ് ചെയ്യും. ഓക്കെ, വേറെയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ഫോം ഡസ് ആയതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഡസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക, ഡസ് ആയതുകൊണ്ട് സ്റ്റാർട്ട് ആണ് യൂസ് ചെയ്യുക. അതേ സമയത്ത് ഡു ആയതുകൊണ്ട് നമ്മൾ എന്താണ് സ്റ്റാർട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയേ, ഡു യു ലൈക്ക് ഇറ്റ്. ഡു യു ലൈക്സ് ഇറ്റ് എന്നല്ല, ഡു യു ലൈക്ക് ഇറ്റ്. ദെൻ ഡസ് ഷീ ലൈക്ക് ഇറ്റ്. ഡു യു ലൈക്ക് ഇറ്റ് അല്ലെങ്കിൽ ഡസ് ഷീ ലൈക്ക് ഇറ്റ് എന്നാണ് നമ്മൾ പറയുക. ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ കൂടെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ നമുക്ക് ഈ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിനെ എഴുതാൻ പറ്റും? സബ്ജക്റ്റ് പ്ലസ്, യെസ്, ഒന്ന് ട്രൈ ചെയ്തേ. സബ്ജക്റ്റ് പ്ലസ് പിന്നെ സബ്ജക്റ്റ് പ്ലസ് എങ്ങനെ എഴുതാം? സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് എസ് ഓർ ഇ എസ് പ്ലസ് ഒബ്ജക്റ്റ്. ഒരു എക്സാമ്പിൾ നോക്കിയേ, ദ ബോയ് സിങ്സ് എ സോങ്. എന്താ ദ ബോയ് സിങ്സ് എ സോങ്. ബോയ് എന്ത് ചെയ്തു? ബോയ് ഒരു പാട്ട് പാടി. ഇതില് ദ ബോയ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. സിങ്സ് എന്താണ് വെർബ്, എ സോങ് എന്ന് പറയുന്നതാണ് എന്ത് ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് പ്ലസ് V1, സിങ്സ് V1 ഫോം ആണ്, അതിൻ്റെ കൂടെയാണ് എസ് ഒ ഇ എസ് ഒ ചേർത്തിട്ടുള്ളത്, പ്ലസ് എന്തായി ഒബ്ജക്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ നമ്മുടെ ദ യൂസ് ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക? അറ്റ് വാട്ട് ഓൾ സിറ്റുവേഷൻ വി ആർ യൂസിങ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കിയേ. ഫസ്റ്റത്തെ എക്സാമ്പിൾ, ടു ഷോ ഹാബിച്വൽ ആക്ഷൻ. എന്താ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ? ഹാബിച്വൽ ആക്ഷൻ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ഹാബിച്വൽ ആക്ഷൻ. എന്താണ് ഹാബിച്വൽ ആക്ഷൻ? ദ യൂസ് ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഷോ ദ ഹാബിച്വൽ ആക്ഷൻ. ഒരു ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നോക്കിയേ, എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. ഷീ യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. എന്താ ഷീ യൂഷ്വലി, ഈ യൂഷ്വലി എന്ന് പറയുന്ന ടേം എന്തിനാണ്? ഈ ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഷീ യൂഷ്വലി ഗോസ്. നോക്കിയേ,
V1 plus SOES. Go plus SOES to school by bus. ഫസ്റ്റ് എന്താണ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്ത് ടേമാണ് നമ്മൾ യൂസ് ചെയ്തത്? യൂഷ്വലി ജനറലി എന്നിങ്ങനെയൊക്കെ വരുന്നത് ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുക? ഹാബിച്വൽ ആക്ഷൻ. എന്താ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ? ഹാബിച്വൽ ആക്ഷൻ ആർ ദ വൺ that are used to show the daily activities, daily ചെയ്യുന്ന കാര്യങ്ങൾ. She usually go to school by bus. എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകാറില്ലേ? എങ്ങനെയാണ് അവൾ സ്കൂളിലേക്ക് പോകാറുള്ളത്? സ്കൂൾ ബസ്സിലാണ് അവൾ പോകാറുള്ളത്. Then രണ്ടാമത്തത് എന്താ പറയുന്നത്? To express universal truth. എന്തിനു വേണ്ടിയിട്ടാണ് അടുത്തത് യൂസ് ചെയ്യുന്നത്? To express universal truth. പ്രപഞ്ച സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന സത്യങ്ങൾ, ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ടു എക്സ്പ്രസ് ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ എപ്പോഴും മാറിയിട്ടാണോ റൈസ് ചെയ്യുക? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. എപ്പോഴും അത് എങ്ങനെ തന്നെയാണ്? സൺ ദ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ ഈസ്റ്റിൽ തന്നെ റൈസ് ചെയ്യുള്ളൂ, വേറെ ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് എന്താണ്? ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്, ഒരു പ്രപഞ്ച സത്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ടു എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട്സ് ഓഫ് പെർമനന്റ് ട്രൂത്ത്. യഥാർത്ഥ സത്യങ്ങൾ അല്ലെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള ഫാക്ട്സ്. ഓക്കെ, ദ വുഡ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. എന്താ? ദ വുഡ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മരത്തടികളെല്ലാം ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ദ വുഡ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. വെള്ളത്തിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ദ വുഡ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. ടു എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട്സ് ഓർ പെർമനന്റ് ട്രൂത്ത്. ഒന്നില്ലെങ്കിൽ സയന്റിഫിക് ഫാക്ട്സ് അല്ലെങ്കിൽ പെർമനന്റ് ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ. ടു ഇൻഡിക്കേറ്റ് ഫെർദർ ആക്ഷൻ വിച്ച് ഈസ് പ്ലാൻഡ് ഓർ അറേഞ്ച്ഡ്. ഒന്നില്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫാക്ട്സ്. ഓക്കെ, to indicate further action which is planned or arranged. ഒന്നില്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ആക്ഷൻസ്. ടു ഇൻഡിക്കേറ്റ് ഫർദർ ആക്ഷൻ വിച്ച് ഈസ് പ്ലാൻഡ് ഓർ അറേഞ്ച്. ഒന്നില്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെ എല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ടു ഇൻഡിക്കേറ്റ് ഫർദർ ആക്ഷൻ വിച്ച് ഈസ് പ്ലാൻഡ് ഓർ അറേഞ്ച്. ഒന്നില്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഹി ഗോസ് എബ്രോഡ് നെക്സ്റ്റ് മന്ത്. എന്താ? ഹി ഗോസ് എബ്രോഡ് നെക്സ്റ്റ് മന്ത്. അവൻ അടുത്ത മാസം എന്ത് ചെയ്യുന്നുണ്ട്? എബ്രോഡ് പോവുകയാണ്. ഹി ഗോസ് എബ്രോഡ് നെക്സ്റ്റ് മന്ത്. ദെൻ അടുത്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊവേർബ്സ് അതേപോലെ തന്നെ കോട്സ് അല്ലെങ്കിൽ ആക്സിയോൺ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവേർബ്സ് എന്താ? പഴഞ്ചൊല്ലുകളിലും കൊട്ടേഷനുകളിലും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ഷൻ സ്പീക്സ്. എന്താ? ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് നോക്കിയേ. ആക്ഷൻ സ്പീക്ക് എന്നല്ല പറഞ്ഞ, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. എന്താ? സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്നിങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താ? യൂസ് ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ടു ഷോ ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, ടു എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട്സ് ഓഫ് പെർമനന്റ് ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ, അതല്ല എങ്കിൽ എന്താണ്? യൂണിവേഴ്സലി സയൻസ് മുഖേന ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഫാക്ട്സ്. അതല്ലെങ്കിൽ എന്താ? ടു ഇൻഡിക്കേറ്റ് ഫർദർ ആക്ഷൻ വിച്ച് ഈസ് പ്ലാൻഡ് ഓർ അറേഞ്ച്. ഒന്നില്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇത് യൂസ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ദെൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊവേർബ്സ്, കോട്സ് ആൻഡ് ആക്സിയോൺസ്. എന്താ? പ്രൊവേർബ്സിലും കോട്ടുകളിലും എല്ലാം നമ്മൾ ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ proverbs, quotes and axiom. Okay, then next,
It is used in newspaper headlines. എന്താ ന്യൂസ്പേപ്പറിന്റെ ഹെഡ്ലൈൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആർ യൂസ്ഡ് ഇൻ ന്യൂസ്പേപ്പർ ഹെഡ്ലൈൻസ്. ന്യൂസ്പേപ്പറിന്റെ ഹെഡ്ലൈൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂസ്പേപ്പർ ഹെഡ്ലൈൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എ ടെറിബിൾ സൈക്ലോൺ ഹിറ്റ്സ് ഇന്തോനേഷ്യ. എന്താ? ഒരു ടെറിബിൾ സൈക്ലോൺ എന്ത് ചെയ്തു? ഇറ്റ് ഹിറ്റ്സ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ? ഇറ്റ് ഹിറ്റ്സ്. എ ടെറിബിൾ സൈക്ലോൺ ഹിറ്റ്സ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ അത് ഹിറ്റ് ചെയ്ത്. എ ടെറിബിൾ സൈക്ലോൺ ഹിറ്റ്സ് ഇന്തോനേഷ്യ. Then it is used in കമന്ററീസ് ഓഫ് ഗെയിംസ് ഓർ ഈവൻസ്. എന്താ? ഗെയിമുകൾ അല്ലെങ്കിൽ ഈവന്റിന്റെ കമന്ററീസ്. ഓക്കെ, എന്താ കമന്ററീസ് എന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റുകളിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കമന്ററീസിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഹി കിക്സ് ദ ബോൾ ടു ദ മിഡിൽ ഓഫ് ദ ഗ്രൗണ്ട്. എന്താ? ഹി കിക്സ്. എന്താണ്? കിക്സ് എന്നാണ് പറയുന്നത്. ഹി കിക്സ്. It's used in simple present tense. He kicks the ball to the middle of the ground. ഗ്രൗണ്ടിന്റെ മിഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? കിക്ക് ചെയ്യുന്നുണ്ട്. He kicks the ball to the middle of the ground. Then the simple present tense is found with adverbs such as adverb used with simple present tense. എന്താ? ചില സിമ്പിൾ പ്രസന്റ് ടെൻസ് എല്ലാം ചില അഡ്വേർബ്സിന്റെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ നോക്കിയേ? ഓൾവേസ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓൾവേസ്. ദെൻ ഓപ്പൺ, frequently, rarely, generally, sometimes, usually, seldom. ഏതൊക്കെയാ? അഡ്വേർബ്സ് യൂസ് ചെയ്തിട്ടുള്ള അഡ്വേർബ്സ് ഏതൊക്കെയാണ്? സം ഓഫ് ദ അഡ്വേർബ്സ് ദാറ്റ് വി യൂസ്. നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വേർബുകൾ ഏതൊക്കെയാ? സം ഓഫ് ദി അഡ്വേർബ് ദാറ്റ് വി യൂസ് ആർ ഓൾവേസ്. എന്താ? ഓൾവേസ്. അതേപോലെ തന്നെ എന്താ? ഓഫൺ, ഓൾവേസ്, ഓഫൺ. Then frequently, always, often, frequently. Then rarely, always, often, frequently, rarely. സോറി, ചെറിയൊരു അത് പറ്റിയതാണ്. ഓക്കെ, ഓൾവേസ്, ദെൻ ഓഫൺ, പിന്നെന്താ? ഫ്രീക്വന്റ്ലി, റെയർലി. ഇതെല്ലാം ഏതിലാ വരുന്നത്? ഇതെല്ലാം വരുന്നത് ഈ പറയുന്ന അഡ്വേർബ്സ് യൂസ്ഡ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന അഡ്വേർബ്സിലാണ് ഓൾവേസ്, ഫ്രീക്വന്റ്ലി, ദെൻ റെയർലി, ജനറലി, സംടൈംസ് ഇതെല്ലാം വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അഡ്വേർബിയൽ ഫ്രേസ്. എന്താ അഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ? എവ്രി ഡേ. നോക്കിയേ, എവ്രി ഡേ അല്ലെങ്കിൽ എവ്രി വീക്ക്, എവ്രി ഇയർ, എവ്രി മന്ത്, ഇതെല്ലാം നോക്കിയേ അഡ്വേർബിയൽ ഫ്രേസ് ഒരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നോക്കിയേ, എവ്രി ഡേ, every day, then every week, then every month, then once, twice, several. Then അടുത്ത് നോക്കിയേ, whenever, every time. എന്തൊക്കെയാ നോക്കിയേ? whenever അല്ലെങ്കിൽ every time, ടൈം ക്ലോസ്. ഓക്കെ, മെയിനായിട്ട് 3 ടൈപ്പ് ഇവിടെ അഡ്വേർബിയൽ ഫ്രേസസ് പറയുന്നുണ്ട്. ഏതൊക്കെയാ? അഡ്വേർബ്സ് യൂസ്ഡ് വിത്ത് സിമ്പിൾ പ്രസന്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഓൾവേസ്, ഓഫൺ, ഫ്രീക്വന്റ്ലി, റെയർലി, ജനറലി, സംടൈംസ്, യൂഷ്വലി, സെൽഡം. ഏതൊക്കെയാണ്? ഓൾവേസ്, ഓഫൺ, ഫ്രീക്വന്റ്ലി, റെയർലി, ജനറലി, സംടൈംസ്, യൂഷ്വലി, സെൽഡം. അതേ സമയത്ത് അഡ്വേർബിയൽ ഫ്രേസ് ആണെങ്കിലോ? അഡ്വേർബിയൽ ഫ്രേസസ് ആവുന്ന സമയത്ത്
every day, every week, every month, once, twice, several times, then a week, a month, quarterly. ഇതെല്ലാം ഏതാണ്? അഡ്വേർബിയൽ ഫ്രേസ് ആണ്. അതിനുശേഷം അവസാനം എന്താ വരുന്നത്? ടൈം ക്ലോസ്. എന്താ ടൈം ക്ലോസ്? വെന്നെവർ അല്ലെങ്കിൽ എവറി ടൈം. വെന്നെവറും എവറി ടൈം വരുന്നത് ഇതിലാണ്, ഈ പറയുന്ന ടൈം ക്ലോസിലാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് വേഗം ഒന്നുകൂടെ നോക്കാം. എന്താണോ ദ യൂസ് ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ് ടു ഷോ ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്, യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ. ടു എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട്സ്, സയന്റിഫിക്സ് ആയിട്ടുള്ള ഫാക്ട്സ് പറയാൻ. ടു ഇൻഡിക്കേറ്റ് ഫർദർ ആക്ഷൻ, എന്താ ഫർദർ ആക്ഷൻ പറയാൻ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊവേർബ്സ് ഓർ കോട്ട്സ്, പ്രൊവേർബ്സിലോ കോട്ട്സിലോ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ used in newspaper headlines, newspaperന്റെ headlinesൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കമന്ററീസ്, കമന്ററീസിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അഡ്വേർബ്സ് യൂസ്ഡ് വിത്ത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അഡ്വേർബ്സ് ഏതൊക്കെയാ? ഓൾവേസ്, ഓഫൺ, ഫ്രീക്വന്റ്ലി, റയർലി, ജനറലി, സംടൈം, യൂഷ്വലി, സെൽഡം. ഇതെല്ലാം ഏതിലാണ് യൂസ് ചെയ്യുന്നത്? അഡ്വേർബ്സ് യൂസ്ഡ് വിത്ത് സിമ്പിൾ പ്രസന്റ്. എന്താ അഡ്വേർബ്സ് യൂസ്ഡ് വിത്ത് സിമ്പിൾ പ്രസന്റിൽ പറയുന്നത്? ഓൾവേസ്, ഫ്രീക്വന്റ്ലി, then often, rarely, generally, sometimes, usually, seldom. Then adverbial phrase. എന്താ adverbial phrase എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? every day, then every week, every year, every month, once, twice, several times, a week. then അടുത്ത ടൈം ക്ലോസ് whenever അല്ലെങ്കിൽ every time. നോക്കി, പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോർമുല എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് V1 അല്ലെങ്കിൽ എന്താ? സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് എസ് ഓർ ES പ്ലസ് ഒബ്ജക്റ്റ്. നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒന്നില്ലെങ്കിൽ S അല്ലെങ്കിൽ ES പ്ലസ് ഒബ്ജക്റ്റ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ എവറി ഡേ. ഇവിടെ ഷീ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. റൈറ്റ്സ് എന്താ? റൈറ്റ് V1 അതേപോലെ തന്നെ S പ്ലസ് എന്താ? ഒബ്ജക്റ്റ്. എന്താ? ഷീ റൈറ്റ്സ് എ ലെറ്റർ എവറി സൺഡേ. ദെൻ രണ്ടാമത്തെ നോക്കിയേ, ദേ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. നോക്കിയേ, ദേ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ദേ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഓക്കെ, പ്ലേ എന്താണ്? നമ്മളുടെ വെർബ്. ദെൻ അടുത്ത് നോക്കിയത്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫാക്ട്. ദെൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഇറ്റ്സ് ഓൾസോ എന്താ? ഹി എന്താ? സ്പീക്സ്. ഹി ആയതുകൊണ്ട് ഇവിടെ എന്തായി? സ്പീക്സ് ആയി. The train arrives. എന്താ? arrive അല്ല, arrives at 6 PM. Then അടുത്ത നോക്കിയേ, scientists believe that climatic change impacts global ecosystem. എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാ? സയന്റിസ്റ്റ്സ്, എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. സയന്റിസ്റ്റ് ബിലീവ്, അതുകൊണ്ട് എന്തായി? ബിലീവ് എന്നായിട്ട് വന്നു. ഓക്കെ, ദെൻ എ സ്കിൽഡ് പിയാനിസ്റ്റ് പെർഫോംസ് ഓൾ ദ കൺസേർട്ട് ഹാൾ എവറി Friday. എന്താ? A skilled pianist performs at the concert hall every Friday. A skilled, ഒരു സ്കിൽഡ് ആയിട്ടുള്ള, a skilled pianist എന്ത് ചെയ്യുന്നുണ്ട്? സ്കിൽഡ് ആയിട്ടുള്ള ഒരു പിയാനിസ്റ്റ് പെർഫോംസ് അറ്റ് ദ കൺസേർട്ട് ഹാൾ എവറി ഫ്രൈഡേ. എല്ലാ ഫ്രൈഡേയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ദ ഗവൺമെന്റ് എൻഫോഴ്സ് ന്യൂ പോളിസി ടു റെഗുലേറ്റ് ദ ട്രാഫിക്. എന്താ? ദ ഗവൺമെന്റ് ആണ് സബ്ജക്റ്റ്. ദെൻ എൻഫോഴ്സസ് ആണ് വെർബ്. ന്യൂ പോളിസീസ് ടു റെഗുലേറ്റ് ട്രാഫിക് ആണ് എന്ത്? നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ദ ഗവൺമെന്റ് എൻഫോഴ്സസ് ന്യൂ പോളിസി ടു റെഗുലേറ്റ് ട്രാഫിക്. ദെൻ അടുത്ത് നോക്കിയേ, വാട്ടർ ബോയിൽസ്. എന്താ? വാട്ടർ boils at 100 degrees Celsius. എന്താ? at 100 degrees Celsius under normal atmospheric pressure. വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ബോയിൽസ് at 100 degrees Celsius under normal atmospheric pressure. വാട്ടർ സബ്ജക്ട്, ബോയിൽസ് വെർബ്, 100 degrees Celsius. then അടുത്ത് നോക്കിയേ, she manages multiple project while lending a large team. she ആണ് സബ്ജക്ട്, മാനേജസ് ആണ് വെർബ്, മൾട്ടിപ്പിൾ പ്രൊജക്ട് വൈൽ ലീഡിങ് എ ബിഗ് ടീം ആണ് ഒബ്ജക്റ്റ്.